അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറാം. രാമു ഇസ് എ പേഴ്സൺ ഹു ഓൾവേസ് തിങ്സ് ഹീസ് ഇൽ. അങ്ങനെയുള്ള ഒരാളെ എന്താ പറയുക? ക്ലെപ്റ്റോമാനിയാക്ക് എന്നാണോ, സൈക്കോഫെൻ്റ് എന്നാണോ, എബ്ലൂട്ടോഫോബിയാക്ക് എന്നാണോ, ഹൈപ്പോകോൺട്രിയാക്ക് ആണോ? ഒന്ന് ആലോചിച്ചിട്ട് വേഗം ആൻസർ പറഞ്ഞോളൂ. ആൻസർ ഹൈപ്പോകോൺട്രിയാക്കാണ്. ഹൈപ്പോകോൺട്രിയാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ എപ്പോഴും അയാൾക്ക് അസുഖം ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ഹൈപ്പോകോൺട്രിയാക്ക് എന്ന് പറയാം. അപ്പോൾ ഇതേപോലത്തെ മീനിങ് ഉള്ളൊരു വാക്ക് വേറെ ഉണ്ട്. ഏതെന്ന് പറയാമോ? കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നതാണ് വാലിറ്റ്യൂഡിനേറിയൻ അല്ലേ? വാലിറ്റ്യൂഡിനേറിയൻ. ഓക്കെ. ഇനി ക്ലെപ്റ്റോമാനിയാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റീൽ ചെയ്യാനുള്ളൊരു പ്രവണത അല്ലേ? മോഷ്ടിക്കാനുള്ളൊരു പ്രവണതയാണ് ക്ലെപ്റ്റോമാനിയാക്ക്. സൈക്കോഫെൻ്റ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചക്കാരനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വാക്കുകളും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഫ്ലാറ്റർ എന്ന് പറയും, പൊങ്ങച്ചമാണ്. അതുപോലെ തന്നെ പോംപസ് എന്ന് പറയും. പോംപസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പോംപസ് എന്ന് പറയുമ്പോൾ തന്നെ പൊങ്ങച്ചം അത് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, പോംപസ്. അപ്പോൾ ഫ്ലാറ്റർ, പോംപസ്, അതുപോലെ തന്നെ ബോസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ എന്താ? പൊങ്ങച്ചമാണ്. സൈക്കോഫെൻ്റ്. അപ്പോൾ സൈക്കോ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമുക്കുണ്ട്. എവിടെയാണ്? ഫ്ലാറ്റിലുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പൊങ്ങച്ചം എന്നുള്ളൊരു മീനിങ് ആണ്. എബ്ലൂട്ടോഫോബിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാനുള്ളൊരു പേടിയാണ് എബ്ലൂട്ടോഫോബിയാക്ക്. അപ്പോൾ ആർക്കെങ്കിലും എബ്ലൂട്ടോഫോബിയാക്കൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. അടുത്ത ചോദ്യം, കാർപ്പെ ഡൈം. കാർപ്പെ ഡൈം എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ എൻജോയ് ദ പ്രസൻറ്റ് ഡേ. ഓക്കെ, എൻജോയ് ദി പ്രസൻറ്റ് ഡേ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. പ്ലൂറൽ ഓഫ് ഫോർമുല. ഫോർമുലയുടെ പ്ലൂറൽ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഫോർമുല, ഫോർമുലാസ്, ഫോർമുലേ, ഫോംസ്. ഓൺലി എ ഈസ് ട്രൂ, അതായത് ഇത് മാത്രമാണ് ട്രൂ. ഓൺലി ബി ഈസ് ട്രൂ. എയും ബിയും ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിയും സിയും ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ആൻസർ ആയിട്ട് വരിക? ആൻസർ ബിയും സിയും ട്രൂ ആണ് കേട്ടോ. അതായത് ഫോർമുലയുടെ പ്ലൂരൽ എന്ന് പറയുന്നത് ഫോർമുലാസ് എന്നും പറയും, അതുപോലെ തന്നെ ഫോർമുലേ എന്നും പറയും കേട്ടോ. അപ്പോൾ രണ്ടൊന്ന് പഠിച്ചു വെച്ചേക്കണേ. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. ദ ഇഡിയം ഗോഡ് ദ ആക്സ് മീൻസ്. എന്താണ് ഗോഡ് ദ ആക്സ് എന്ന് പറഞ്ഞുള്ള ഇഡിയത്തിൻ്റെ മീനിങ്? ഔട്ട് ഓഫ് വൺസ് മൈൻഡ് ആണോ, ഹാവ് നോ ഐഡിയ ആണോ, ലോസ് ദി ജോബ് ആണോ, ആംഗ്രി ആൻഡ് ഓവർകം ആണോ? ഒന്ന് ആലോചിച്ചിട്ട് വേഗം പറഞ്ഞേ. ഗോഡ് ദി ആക്സ്. ആൻസർ ലോസ് ദി ജോബാണ്, ജോലി നഷ്ടപ്പെടുക കേട്ടോ. അപ്പോൾ അതിന് പറയുന്ന ഇടിയാണ് ഗോഡ് ദി ആക്സ്. എന്താണ്? ഗോഡ് ദി ആക്സ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. സിനോണിം ഓഫ് റെറ്റിസെൻറ്റ്. റെറ്റിസെൻറ്റിൻ്റെ സിനോണിം എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സിനോണിം ഓഫ് റെറ്റിസെൻറ്റ് എന്താണ് ആൻസർ വരിക? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ക്വയറ്റ്, ടാസിറ്റേൺ, റിസർവ്ഡ്, ടോക്കറ്റീവ്. ഓൺലി എ ഈസ് കറക്റ്റ്, എ ആൻഡ് ബി ആർ കറക്റ്റ്, എ ബി സി കറക്റ്റ്, ഓൾ ആർ ട്രൂ. ഏത് ആൻസർ ആയിട്ട് വരിക? ആൻസർ എ ബി സി കറക്റ്റാണ് കേട്ടോ. അപ്പോൾ റെറ്റിസെൻ്റ് എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്ത, മിതഭാഷി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ റെറ്റിസെൻറ്റ്. അതിൻ്റെ സിനോണിംസ് എന്തൊക്കെയാണ്? അധികം സംസാരിക്കാത്ത, കുറച്ച് ക്വയറ്റ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ടാസിറ്റേൺ എന്ന് പറഞ്ഞാലും മിതഭാഷിയാണ്, അധികം സംസാരിക്കാത്ത. അവരുടെ ടേൺ ആകുമ്പോൾ മാത്രമേ അവർ സംസാരിക്കുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ടാസിറ്റേൺ എന്ന് പറഞ്ഞാലും മിതഭാഷിയാണ്, ഒരുപാട് സംസാരിക്കാത്ത. റിസർവ്ഡ് നമ്മൾ പറയില്ലേ, റിസർവ്ഡ് നേച്ചറാണ് എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാത്ത ഒരാളാണ്. ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റോണിമാണ് കേട്ടോ, ആൻറ്റോണിമാണ്. റെറ്റിസെൻറ്റിൻ്റെ ആൻറ്റോണിമാണ് ടോക്കറ്റീവ്. അപ്പോൾ ടോക്കറ്റീവിൻ്റെ മീനിങ് വരുന്ന കുറച്ച് വാക്കുകളുണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു? ഗ്യാരുലസ് ഉണ്ട്, ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന. പിന്നെന്താ? ലൊക്കേഷ്യസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. അപ്പോൾ 5 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ. ആറാമത്തെ ചോദ്യം നോക്കാം. സെക്യുലൻറ്റിൻ്റെ ആൻറ്റോണിമാണ്, ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ജ്യൂസി, ഡ്രൈ, ഫ്ലഷി, ഹോട്ട്. ഓൺലി എ ഈസ് ട്രൂ, ബി ആൻഡ് ഡി ട്രൂ, അതുപോലെ തന്നെ ഓൺലി ബി ഈസ് ട്രൂ. ആൻസർ ഓൺലി ബി ഈസ് ട്രൂ ആണ് കേട്ടോ. ഡ്രൈ ആണ്. സെക്യുലൻറ്റിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിട്ടുള്ളത്, ഡ്രൈ ആണ്. അപ്പോൾ സെക്യുലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജ്യൂസി ആണ്. സിമ്പിളായിട്ട് ആലോചിക്കാം. നല്ല ജ്യൂസുള്ള സാധനങ്ങളൊക്കെ അല്ലേ നമ്മളിങ്ങനെ സക്ക് ചെയ്തൊക്കെ കുടിക്കുക. അപ്പോൾ അങ്ങനെ സെക്യുലൻറ്റിൻ്റെ മീനിങ് ആണ് ജ്യൂസി. അതിൻ്റെ ആൻറ്റോണിയം എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈ ആണ്. ഓക്കെ, സക്ക് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യണം. പറ്റാത്തത് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈ ആണ്. അപ്പോൾ അങ്ങനെ ആൻറ്റോണിയമായിട്ട് കണക്ട് ചെയ്യാം. ഇനി 7ാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദി വേർഡ് ഓർ വേർഡ്സ് ദാറ്റ് ഹാസ് ഓർ ഹാവ് കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളത് ഇതിനകത്ത് ഏതാണ്? ഓരോ നോക്കാം. അനീമിയ, കലഞ്ചർ, കമ്മിറ്റി, വാക്യൂം. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഓപ്ഷൻസ് പറയാം. എയും ബിയും ട്രൂ ആണ്, എ ബി സി ഡി. ഓക്കെ, എയും ബിയും ട്രൂ ആണെന്നാണ് പറയുന്നത്. എ ബി സി ട്രൂ ആണ്, എയും സിയും ട്രൂ ആണ്, അതുപോലെ തന്നെ ഓൾ ആർ ട്രൂ. ഇതിലേത് ആൻസർ ആയിട്ട് വരിക? ഓൾ ആർ ട്രൂ. എല്ലാം ശരിയാണ് കേട്ടോ. അനേമിയയുടെ സ്പെല്ലിംഗ് എന്താ? ANEMIA ആണ് കേട്ടോ. AE ആണ്. നമുക്കിങ്ങനെ
നമുക്ക് അനേമിയ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയും എ ഇല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ എ ഇ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എ ഉണ്ടാവും, അതല്ല എ ഇ ആണ്. കലണ്ടറിൻ്റെ സ്പെല്ലിംഗ് ഓർത്ത് വയ്ക്കുക, CALENDAR, CALENDAR ആണ്. നമ്മുടെ കയ്യിലൊരു എക്സ്ട്രാ കലണ്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ലെൻഡ് ചെയ്യും, അല്ല ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. ആർക്കെങ്കിലും, അങ്ങനെ ആർക്കെങ്കിലുംൻ്റെ AR എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ER-ഉമായിട്ട് തെറ്റിപ്പോയില്ല. അപ്പോൾ കലണ്ടർ CALENDAR ആണ്. അടുത്ത് കമ്മിറ്റീനകത്ത് കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ 2 M ഉണ്ട്, 2 T ഉണ്ട്, 2 E ഉണ്ട്, ഞാനും ഉണ്ട്, ഐയും ഉണ്ട് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കമ്മിറ്റി കിട്ടി. വാക്യൂം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 2 U ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ, വാക്യൂം. ഓക്കെ, 8ാമത്തെ ചോദ്യം നോക്കാം. ഐ വുഡ് ലൈക്ക് ഡാഷ് സംതിങ് ഫോർ യു. കുക്കിംഗ് ആണോ, ടു കുക്കാണോ, കുക്കാണോ, ടു കുക്കിംഗ് ആണോ? ആൻസർ ടു കുക്കാണ് കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു കുക്ക് സംതിങ് ഫോർ യു. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഈ ലൈക്കിന് ശേഷം ജെറൻഡല്ലേ വരണ്ടേ, ING രീതിയിൽ വരണ്ടേ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. അത് എപ്പോഴായിരുന്നു? ഇപ്പോൾ സപ്പോസ് ഐ ലൈക്ക് റീഡിംഗ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഐ ലൈക്ക് റീഡിങ്. അപ്പോൾ ലൈക്കിന് ശേഷം ശരിയാണ് ജെറൻഡാണ് വന്നിട്ടുള്ളത്, ING ഫോമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വെറുതെ ലൈക്കാണോ? അല്ല, അതിന് മുമ്പിൽ വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ വുഡും ലൈക്കും വരികയാണെങ്കിൽ അതിന് ശേഷം ടു ചേർക്കണം, പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു കുക്ക് സംതിങ് ഫോർ യു, ഐ ലൈക്ക് റീഡിങ്ങും രണ്ടും ഡിഫറെൻ്റ് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. ഡാഷ് റഷ്യൻ ലാംഗ്വേജ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു മാസ്റ്റർ. ആൻസർ പറഞ്ഞോളൂ. ഡാഷ് റഷ്യൻ ലാംഗ്വേജ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു മാസ്റ്റർ. ആൻസർ ദ റഷ്യൻ ലാംഗ്വേജ് ആണ് കേട്ടോ, ദ റഷ്യൻ ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് ഇംഗ്ലീഷ്, ഞാനിപ്പോൾ വെറുതെ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ, ഒരു ഭാഷ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ സാധാരണ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യില്ല, ഒരു ഭാഷ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കേട്ടോ. ഇംഗ്ലീഷ് ഇസ് അവർ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു മീനിങ്ങിൽ വരുമ്പോൾ, ഭാഷ എന്നുള്ളൊരു മീനിങ് വരുമ്പോൾ അതിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ്. പിന്നെ ഇംഗ്ലീഷിന് ശേഷം ഒരു ലാംഗ്വേജ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് ഞാനിവിടെ എഴുതിയിട്ട് അതിന് ശേഷം ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്ത് ഇടണം? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ലാംഗ്വേജ് എന്നുള്ള വാക്ക് ഭാഷയ്ക്ക് ശേഷം വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. പിന്നെ എപ്പോഴാണ് നമ്മൾ ദ എന്ന് പറഞ്ഞ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക? ദ ഇംഗ്ലീഷ് നമ്മൾ പറയും, അതെപ്പോഴാണ് പറയുക? ദ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ദ ഫ്രഞ്ച്, ദ ഡച്ച് എന്നൊക്കെ പറയും. അതിൻ്റെ മീനിങ് എന്താ? ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, അങ്ങനെ ഒരു മീനിങ് വരുമ്പോഴാണ് ഓക്കെ നമ്മൾ ദ യൂസ് ചെയ്യുക. അല്ലാതെ വെറുതെ ഭാഷ എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യില്ല. ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ ദ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് ശേഷം ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. അപ്പോൾ കൺസെപ്റ്റ് പിടി കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. 10ാമത്തെ ചോദ്യം. ഹാഡ് ഐ നോൺ ദിസ്. ഹാഡ് ഐ നോൺ ആണ് കേട്ടോ. ഹാഡ് ഐ നോൺ ദിസ് ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഒന്ന് വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിയ? ഹാഡ് ഉണ്ട്, പിന്നെ V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട്. നോ, ന്യൂ, നോൺ. അപ്പോൾ V3 ആണ് നോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹാഡും V3 ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എന്തുണ്ടാവും? വുഡ്, പിന്നെ ഹാവ് പ്ലസ് V3 ഫോം ഉണ്ടാവും. അപ്പോൾ ഇവിടെ കീപ്പിൻ്റെ V3 ഫോമാണ് കെപ്റ്റ് അല്ലേ. അപ്പോൾ V3 ഫോമും ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. അപ്പോൾ പലരും ഐ വുഡ് ഹാവ് ഇവിടെ കീപ്പാണ് കേട്ടോ, ഇത് V3 ആവണേ, ഇത് പോയിട്ട് കുത്തരുത് കേട്ടോ, തെറ്റാണ്. അടുത്ത ചോദ്യം. വൺ ഓഫ് ദി മെൻ ഡാഷ് റീച്ച് ദി ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. ആൻസർ എന്താ വരിക? ആൻസർ ഹാസ് ആണ്. വൺ ഓഫ് ദി മെൻ ഹാസ് റീച്ച് ദി ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമ്മുടെ കോൺകോഡിൽ വരുന്നതാണ്. അപ്പോൾ അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഡും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ? ഓപ്പൺ ആൻഡ് സേവ് അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഓപ്പൺ ആൻഡ് സേവ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഓപ്പൺ ആൻഡ് സേവ് കേട്ടോ. അപ്പോൾ ഓ ഉദ്ദേശിച്ചിട്ടുള്ളത് വൺ ഓഫ് ദ വരികയാണെങ്കിൽ എന്താ വരണ്ടേ? പ്ലൂരൽ നൗൺ ആണ്. ഇവിടെ കണ്ടോ, മെന്നാണ് വന്നിട്ടുള്ളത് അല്ലേ, പ്ലൂരലാണ്. പിന്നെ വെർബ് എങ്ങനെയായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ഹാവ്, ആറ്, വേർ, ഇതെല്ലാം പ്ലൂരലാണ്. ഒറ്റയടിക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യാം ആൻസർ ഹാസ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ കൊടുത്തുള്ള 4 ഓപ്ഷനിൽ ഓഡ് മാൻ ഔട്ട് ഏതാ? ഹാസ് ആണ്. ഇത് മാത്രമാണ് സിംഗുലർ, ബാക്കിയെല്ലാം പ്ലൂറൽ. ആൻസർ കിട്ടി. വൺ ഓഫ് ദി മെൻ ഹാസ് റീച്ച് ദി ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. ഇനി 12th ക്വസ്റ്റ്യൻ നോക്കാം. എവ്രി വൺ ഇസ് പ്രസൻറ്റ്. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഇസിൻ്റെ ആണോ, ഇസ് ദേ ആണോ, ഇസിൻ്റെ എവരി വൺ ആണോ, ആറിൻ്റെ ആണോ? ആൻസർ
ആറിൻ്റെ ഒരു ഡൗട്ടും ഇല്ല. ആറിൻ്റെ എങ്ങനെ കിട്ടി? നമുക്കിപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്നും അറിയില്ലെങ്കിൽ കൂടി ഇവിടെ ദേ ആണ്. ദേക്ക് മുമ്പിൽ നമ്മൾ എപ്പോഴെങ്കിലും എസ് യൂസ് ചെയ്യോ? ഇല്ല. കാരണം ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറല, അതിന് മുമ്പിൽ എസ് യൂസ് ചെയ്യാൻ പറ്റില്ല. എസ് സിംഗുലർ ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ 3 ഓപ്ഷൻസ് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ശരിക്കും എങ്ങനെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക? ഇത് ക്വസ്റ്റ്യൻ ടാഗാണ്. ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? ഇനി നമ്മൾ ആദ്യം ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് എസ്സിനെ കിട്ടി അല്ലേ? എസ്സിനെ കിട്ടി. ഇനി നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒരു നോട്ട് ചേർക്കണം. എസ്സിൻ്റെ എന്ന് എഴുതി. എവരി വൺ വന്നു കഴിഞ്ഞാൽ അവിടെ ഏതാ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ദേ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇസിൻ്റെ മാച്ച് ആണോ എന്നും കൂടെ നോക്കുക കേട്ടോ. ലാസ്റ്റ് ദേക്ക് മുമ്പിൽ നമ്മൾ എസ് ചേർക്കില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇസിനെ മാറ്റിയിട്ട് ആറാക്കുക കേട്ടോ. ദേ പ്ലൂറലായതുകൊണ്ട് നമ്മൾ ആറല്ലേ യൂസ് ചെയ്യാം. അപ്പോൾ ആറിൻ്റെ എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ. അടുത്ത 13ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഫൈൻഡ് ഔട്ട് ദി എറർ. ഓക്കെ. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഐ വർക്ക് മോസ്റ്റ് പ്രൊഡക്റ്റീവ്ലി ഇൻ ദ മോർണിംഗ്. ഓക്കെ. ഐ വാസ് ട്രാവലിംഗ് ഇൻ എ ബസ് വെൻ യു കോൾഡ് മീ. ഷീ ഗോസ് ടു കോളേജ് ബൈ കാർ. ഐ ആം ഓൺ എ ബൈസൈക്കിൾ. ഒന്ന് വേഗം നോക്കിയിട്ടൊന്ന് ആൻസർ പറഞ്ഞു തന്നെ. ഓപ്ഷൻസ് പറയാം. ബിയും സിയും തെറ്റാണെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബിയും സിയും ഡിയും റോങ് ആണെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡി റോങ് ആണെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബി റോങ് ആണെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻസർ ഇതിനകത്ത് ബി ആണ് തെറ്റ് കേട്ടോ. ബി ആണ് തെറ്റ്. ഇതാണ് തെറ്റ്. അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഐ വാസ് ട്രാവലിംഗ് ഇൻ എ ബസ് വെൻ യു കോൾ മീ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടും എങ്ങനെയാണ് പറയുക? ഇപ്പോൾ ബൈ ബസ് എന്ന് പറയും അല്ലേ? ബൈ ബസ്, ബൈ കാർ, ബൈ ബൈസൈക്കിൾ എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷേ ഈ ബസ്സിന് മുമ്പിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ വരികയാണെന്ന് വിചാരിച്ചോ, എയോ ആനോ അങ്ങനെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ വരികയാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ പിന്നെ ബൈ ചേർക്കാൻ പാടില്ല. ഓക്കെ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ഒന്നല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഓണ് വേണം ചേർക്കാൻ. ഇന്ന് അല്ലെങ്കിൽ ഓണ്. ഇനി ബസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് സ്പേഷ്യസ് ആണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ഓൺ ആണ് ചേർക്കുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓൺ ആണ് ചേർക്കുക. കിട്ടിയോ? അപ്പോൾ ഐ വാസ് ട്രാവലിംഗ് ഓൺ എ ബസ് വെൻ യു കോൾ മീ. അതേസമയം ഐ വാസ് ട്രാവലിംഗ് ബൈ ബസ് നമുക്ക് പറയാം. എപ്പോഴാണ്? ആർട്ടിക്കിൾ ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് ബൈ ബസ് പറയാം. ഓക്കെ. കിട്ടിയല്ലോ. ഐ വാസ് ട്രാവലിംഗ് ഇൻ എ കാർ എന്ന് പറയും. കാരണം എന്താ? കാറ് ചെറുതാണ്. അപ്പോൾ അതിനകത്ത് എന്നുള്ളൊരു മീനിങ് ആണ്. ഇന്നാണ് വരിക. പക്ഷെ ബസ് വലുതായതുകൊണ്ടാണ് അവിടെ നമ്മൾ ഓൺ യൂസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഐ വർക്ക് മോസ്റ്റ് പ്രൊഡക്റ്റീവ്ലി ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ് കറക്റ്റാണ് കേട്ടോ. ഇൻ ദ മോർണിംഗ്. അതേസമയം അറ്റ് നൈറ്റ് എന്നാണ് പറയുക. അറ്റ് നൈറ്റ്. ഓക്കെ. ഇനി അറ്റ് ദ നൈറ്റ് എന്ന് പറയില്ല. അപ്പോൾ ഇവിടെ ദ വരികയാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ദ വരികയാണെങ്കിൽ അതിന് മുമ്പിൽ ഇന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇനി അറ്റ് നൈറ്റ് യൂസ് ചെയ്യും. ഇതിനിടയിൽ ഈ പറഞ്ഞ ദ ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഷീ ഗോസ് ടു കോളേജ് ബൈ കാർ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടും നമ്മൾ ബൈ ആണ് യൂസ് ചെയ്യുക. എക്സെപ്ഷൻ വേറെ കേസുകളുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സൊക്കെ എടുത്ത് കാണാം പ്രപ്പോസിഷൻ്റെ. 4ാമത്തെ ഓപ്ഷൻ നോക്കി. ഐ ആം ഓൺ എ ബൈസൈക്കിൾ. ശരിയാണ്. കാരണം ബൈസൈക്കിളിന് മുമ്പിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട്. അതുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പിൽ ഇന്ന അല്ലെങ്കിൽ ഓണ് ചേർക്കും അല്ലേ? ബൈസൈക്കിളിൻ്റെ മുകളിൽ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഐ ആം ഓൺ എ ബൈസൈക്കിൾ. കിട്ടിയല്ലോ. അപ്പം ഇത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏതാ തെറ്റ് വന്നിട്ടുള്ള? ബി ആണ് ഇതിനകത്ത് തെറ്റിയേക്കുന്നത്. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. ഐഡൻറ്റിഫൈ ദ സിമ്പിൾ സെൻറ്റൻസ് അല്ലെങ്കിൽ സെൻറ്റൻസസ്. സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ സീയിങ് ദ ടൈഗർ ഹി റാൻ അവേ. അടുത്തത് സിൻസ് നോ ബസ് വാസ് അവൈലബിൾ ഹി ക്യാൻസൽഡ് ഹിസ് ട്രിപ്പ്. അടുത്തത് ദ പ്രൈം മിനിസ്റ്റർ അറൈവ്ഡ് ആൻഡ് വി ബിഗാൻ ദ മീറ്റിംഗ്. 4ാമത്തെ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഗ്രേറ്റ് പെയിൻ ഹി ലോവ്സ്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻസ് പറയാം. ഒൺലി എയും ബിയും ഞാൻ ഒന്ന് ജസ്റ്റ് കൊടുത്തേക്കട്ടെ കേട്ടോ. എയും ബിയും പറഞ്ഞിട്ടുണ്ട്. എയും ഡിയും പറഞ്ഞിട്ടുണ്ട്. നൺ ഓഫ് ദി എബോവ്. ആൻസർ വരുന്നത് എയും ഡിയും ആണ് കേട്ടോ. എയും ഡിയും ആണ് ഇതിനകത്തുള്ള സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവുള്ളൂ, ഒരു സബ്ജക്റ്റും ഒരു വെർബും ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലേ? പക്ഷേ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ING വെച്ച് തുടങ്ങുന്ന വാക്കുകൾ സ്റ്റാർട്ടിങ്ങിൽ വരികയാണെങ്കിൽ എന്തായിരിക്കണം? അത് സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, സീയിങ് ദ ടൈഗർ ഹി റാൻ അവേ. ഓക്കെ. അപ്പോൾ ING വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ? ഇത് സിമ്പിൾ സെൻറ്റൻസാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസുകൾ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഹി റാൻ അവേ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റും ഉണ്ട്, ഇവിടെ ഒരു ക്രിയയുണ്ട്. ഒരു സബ്ജക്റ്റും ഒരു ക്രിയ ആണെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. സിമ്പിൾ സെൻറ്റൻസിൻ്റെ ക്ലാസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ, കാണാത്തവരാണെങ്കിൽ കാണാം. അതുപോലെ തന്നെ അതേ അടുത്ത ഓപ്ഷൻ നോക്കിയേ, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഗ്രേറ്റ് പെയിൻ ഹി ലോവ്സ്.
ഓക്കെ. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് വെച്ച് തുടങ്ങുന്നതും ING വെച്ച് തുടങ്ങുന്നതും ഡെസ്പൈറ്റ് അതുപോലെ തന്നെ ബീയിങ് വെച്ച് തുടങ്ങുന്നതൊക്കെ എന്തായിരിക്കും? സിമ്പിൾ സെൻറ്റൻസ്. ഇത് ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കാം. സിൻസ് നോ ബസ് വാസ് അവൈലബിൾ ഹി ക്യാൻസൽ ഹിസ് ട്രിപ്പ്. ഇതേതാണ്? സിൻസ് നോ ബസ് വാസ് അവൈലബിൾ ഹി ക്യാൻസൽ ഹിസ് ട്രിപ്പ്. അപ്പോൾ ബസ് ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവൻ്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതെന്താണിത്? സബോർഡിനേറ്റ് ക്ലോസ് ആണ് അല്ലേ? ഇത് മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഇത് ഏതായിട്ട് വരും? ഇത് കോംപ്ലക്സ് ആണ് കേട്ടോ. കോംപ്ലക്സ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസ് ഒക്കെ വരുന്ന കേസാണ് കോംപ്ലക്സിൻ്റെ കേസ്. അടുത്ത് നോക്കിക്കോളൂ. ദ പ്രൈം മിനിസ്റ്റർ അറൈവ്ഡ് ആൻഡ് വി ബിഗാൻ ദ മീറ്റിംഗ്. അപ്പം ഇത് രണ്ടിനും ദ പ്രൈം മിനിസ്റ്റർ അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫുൾ മീനിങ് കിട്ടുന്നുണ്ട്. വി ബിഗാൻ ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാലും അതിനകത്തൊരു ഫുൾ മീനിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അത് കോമ്പൗണ്ട് ആയിരിക്കും, കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിരിക്കും അല്ലേ? 15ാമത്തെ ചോദ്യം നോക്കാം. ചൂസ് ദി ഓപ്ഷൻ ദാറ്റ് ഈസ് ആക്റ്റീവ് ഫോം ഓഫ് ദി ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത് പാസീവ് ആണ്. അതിൻ്റെ ആക്റ്റീവ് ഫോം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ ആ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. ദ ട്രിപ്പ് ഇസ് ക്യാൻസൽഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ്. ദ ട്രിപ്പ് ഇസ് ക്യാൻസൽഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ആക്റ്റീവ് ഫോം എന്തെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് പറയാം. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ബീയിങ് ക്യാൻസൽഡ് ബൈ ദ ട്രിപ്പ്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻസൽസ് ദ ട്രിപ്പ്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹാഡ് ക്യാൻസൽഡ് ദ ട്രിപ്പ്. ദ ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ക്യാൻസലിംഗ് ദി ട്രിപ്പ്. വേഗം ആൻസർ പറഞ്ഞോളൂ. ആൻസർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻസൽസ് ദ ട്രിപ്പ് ആണ് കേട്ടോ. ദ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻസൽസ് ദ ട്രിപ്പ്. എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കം മുതലേ പറയാറുണ്ട്, ആക്റ്റീവ് പാസീവിനകത്ത് ടെൻസ് മാറില്ല, ടെൻസ് സെയിം ആയിരിക്കും. ഇത് പാസീവ് ആണല്ലോ. ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും പാസീവ് ആണ്. നമുക്ക് 4 ഓപ്ഷൻസ് വായിക്കാം. ഇവിടെ കണ്ടോ ബൈ ദ ട്രിപ്പ്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് എടുത്ത് മാറ്റാം. ഇത് പാസീവിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള 3 ഓപ്ഷൻസ് നോക്കാം. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്? ഇവിടെ കണ്ടോ ഇസ് ക്യാൻസൽഡ്, ഇസ് ആണ്. അപ്പോൾ ഏതാ? പ്രസൻറ്റൻസ് ആണ്. ഈ 3 ഓപ്ഷൻ നോക്കിയേ. ഇതേതാ? ഹാഡ് ക്യാൻസൽഡ് ആണ്. അപ്പോൾ അത് പറ്റില്ല. വാസ് ക്യാൻസലിങ്, വാസ് ആണ്, പാസ്റ്റ് ആണ്, പറ്റില്ല. ദ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻസൽസ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ആണ് അല്ലേ? അപ്പോൾ ആൻസർ കിട്ടി. ദ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻസൽസ് ദി ട്രിപ്പ്. 16ാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് ഹാസ് ബീൻ ചോസൺ ഫോർ ദ ന്യൂ സ്കൂൾ. അപ്പോൾ പുതിയ സ്കൂളിന് വേണ്ടിയിട്ടൊരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു മീനിങ്ങിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഏത് സൈറ്റാണ്? ഇതാണ് കേട്ടോ, സൈറ്റാണ്. SITE. അപ്പോൾ ഈ സൈറ്റിൻ്റെ മീനിങ് ഒരു സ്ഥലം, ഒരു ഇടം എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ സൈറ്റ് എന്താ? CITE എന്ന് പറഞ്ഞാൽ എന്താ? സൈറ്റ് എക്സാമ്പിൾസ് എന്നൊക്കെ പറയില്ലേ? എന്ന് പറഞ്ഞാൽ തെളിവ്, അങ്ങനെയുള്ളൊരു മീനിങ് ആണ് CITE കേട്ടോ. CITE. മറ്റേത് നമ്മുടെ വിഷനാണ് കേട്ടോ. സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷനെ കുറിച്ച് പറയുന്നതാണ്. വിഷനാണ് ഈ സൈറ്റ്. ഓക്കെ. ഇതെല്ലാം കൂടി തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം എന്ന് പറയുമ്പോണ്ടല്ലോ, ആ സ്ഥലത്ത് നമുക്ക് ഇരിക്കാം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അതായത് ഈ സൈറ്റിനകത്ത് നമുക്ക് ഇരിക്കാം എന്നുള്ളൊരു വാക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ പിന്നെ തെറ്റില്ല. ഈ സൈറ്റാണ് നമ്മുടെ തെളിവ് കാണിക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. ഐ കനോട്ട് ഡാഷ് അപ്പ് വിത്ത് യുവർ അഡ്രസ്. കോളപ്പാണോ, പുട്ടപ്പ് വിത്ത് ആണോ, പുട്ടോൺ ആണോ, ബ്രിങ്സ് ഫോർത്ത് ആണോ? ആൻസർ കോളപ്പാണ്. കോളപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റിമെമ്പർ അല്ലേ? റിമെമ്പർ അല്ലെങ്കിൽ റീകളക്ട് എന്നൊക്കെ ഒരു മീനിങ് ആണ് കോളപ്പ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് അല്ലേ? ടോളറേറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. പുട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ധരിക്കുക, വെയർ എന്നുള്ളൊരു മീനിങ് ആണ്. ബ്രിങ്സ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ? അപ്പോൾ ഇതിനെല്ലാം ഞാൻ കോഡൊക്കെ വെച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. കോളപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ എടുത്തിട്ട്, ഫോണൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും. കോളപ്പ് അല്ലേ? നമ്മളിങ്ങനെ ആലോചിക്കും. റിമെമ്പർ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട്. അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ടോളറേറ്റ്. പുട്ട് ഓൺ എന്ന് പറയുമ്പോൾ ധരിക്കുകയാണ് കേട്ടോ, വെയറാണ്. ബ്രിങ്സ് ഫോർത്ത് എന്ന് പറയുമ്പോൾ, 4 എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഒരാളെ ബ്രിങ് ചെയ്യുക, കൊണ്ടുവരിക. അതായത് 4ാമത്തെ ഒരു കുട്ടീനെ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അതായത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഓക്കെ. അപ്പോൾ ഐ കനോട്ട് ഡാഷ് അപ്പ് വിത്ത് യുവർ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് റീകളക്ട് അല്ലെങ്കിൽ റിമെമ്പർ യുവർ അഡ്രസ് ആണ്. ആൻസർ കോളപ്പാണ് കേട്ടോ. ഇനി 18ാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. ഹീ ഈസ് വൺ ഓഫ് ദി ബോയ് ഹു പെർഫോംഡ് ഡാഷ് ഇൻ ദി ഫംഗ്ഷൻ. ഹാസ് ആണോ, ഹാവ് ആണോ, വാസ് ആണോ, ഇസ് ആണോ? ഹീ ഈസ് വൺ ഓഫ് ദി ബോയ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വൺ ഓഫ് ദി വരികയാണെങ്കിൽ ഓപ്പൺ ആൻഡ് സേവ് എന്നുള്ള കോഡൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടുത്തെ ആൻസർ പറഞ്ഞോളൂ. ഹാസ് ആണോ, ഹാവ് ആണോ, വാസ് ആണോ, ഇസ് ആണോ? ആൻസർ ഹാവ് ആണ്. റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാധാരണ വൺ ഓഫ് ദിക്ക് ശേഷം പ്ലൂരൽ നൗണും അതുപോലെ തന്നെ സിംഗുലർ വെർബാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഹൂ എന്ന് പറഞ്ഞിട്ടുള്ള റിലേറ്റീവ് പ്രോനൗൺ ഉണ്ട് കേട്ടോ. ആരുണ്ട്? റിലേറ്റീവ് പ്രോനൗൺ. ഹൂ, വിച്ച്, വെൻ, വാട്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അതാണ് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയാം. അപ്പോൾ ഇതേപോലെ റിലേറ്റീവ് പ്രോനൗൺ വരികയാണെങ്കിൽ നമ്മുടെ റൂള് മാറും. അതിനുശേഷം എന്ത് വരണം? പ്ലൂരൽ ഫോം ഓഫ് ദി വെർബ് വരണം. ഓക്കെ. ഇനി 4 ഓപ്ഷൻസ് നോക്കി. ഇത് 3ഉം സിംഗുലർ അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് പ്ലൂരൽ കിട്ടി. നമ്മുടെ ആൻസർ ഹാവ് ആണ്. ഇനി 19th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദി വേർഡ് മെത്തോഡിക്കൽ. ഓക്കെ.
സിസ്റ്റമാറ്റിക് ആണോ, ഡൾ ആണോ, ഡീപ്പ് ആണോ, ഓർഡിനറി ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. മെത്തോഡിക്കൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആണ് കേട്ടോ. ചിട്ടപ്പടിയുള്ള, അടുക്കുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് മെത്തോഡിക്കൽ. ഓക്കെ, സിസ്റ്റമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓഫ് ദ 2 pens ദ റെഡ് വൺ ഇസ് ഡാഷ്. ദ ബെസ്റ്റ് ആണോ, ദ ബെറ്റർ ആണോ, ബെറ്റർ ആണോ, ബെസ്റ്റ് ആണോ? നമ്മൾ ഇന്നലെ ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നതാണ് കേട്ടോ. വേഗം ആൻസർ പറഞ്ഞേ. വെരി ഗുഡ് ആൻസർ, ദ ബെറ്റർ ആണ്. കാരണം എന്താ, 2 പേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചേർക്കണം? ദ ചേർക്കണം, പിന്നെ കമ്പാരിറ്റീവ് ഫോം ചേർക്കണം. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ദ സൂപ്പർലേറ്റീവിൻ്റെ ഒപ്പം മാത്രമാണ് വരിക. അങ്ങനെയല്ല, ദ കമ്പാരിറ്റീവിൻ്റെ ഒപ്പം വരും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇവിടെ 2 പേര് തമ്മിലുള്ള കമ്പാരിസൺ ആയതുകൊണ്ടാണ് ദ കമ്പാരിറ്റീവ് യൂസ് ചെയ്ത്. 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വരുമ്പോഴാണ് നമ്മൾ ദ പ്ലസ് സൂപ്പർലേറ്റീവ് ഫോം പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പം യൂസ്ഫുൾ ആയി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുക്കാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.